മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഛത്തീസ്ഗഡിൽ 7 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലെ ബിജാപൂർ ദന്തേവാഡ അതിർത്തിയിൽ സൈന്യവുമായി നടത്തിയ ഏറ്റുമുട്ടലിലാണ് 7 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 3 ജവാന്മാർക്ക് വീരമൃത്യു. STF, CRPF, കോബ്ര എന്നീ സംഘങ്ങൾ നടത്തിയ സംയുക്തമായ തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഈ ഒരു ഏറ്റുമുട്ടലിലാണ് 7 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 3 ജവാന്മാർക്ക് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നു. STF, CRPF, കോബ്ര എന്നീ സംഘങ്ങൾ നടത്തിയ സംയുക്തമായ തിരച്ചിലിനിടയിലാണ് 7 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിലാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലെ ബിജാപൂർ ദന്തേവാഡ അതിർത്തിയിലാണ് സൈന്യവുമായി നടത്തിയ ഏറ്റുമുട്ടലിൽ 7 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 3 ജവാന്മാർക്ക് വീരമൃത്യു സംഭവിച്ചു. SIR റൈഫിളുകൾ, മറ്റ് ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ എന്നിവ സംഭവ സ്ഥലത്തു നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഛത്തീസ്ഗഡിലാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലെ ബിജാപൂർ ദന്തേവാഡ അതിർത്തിയിൽ സൈന്യവുമായി നടത്തിയ ഏറ്റുമുട്ടലിൽ 7 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. STF, CRPF, കോബ്ര എന്നീ സംഘങ്ങൾ നടത്തിയ സംയുക്തമായ തിരച്ചിലിനിടയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. 3 ജവാന്മാർക്ക് വീരമൃത്യു. SLR റൈഫിളുകൾ, മറ്റ് ആയുധങ്ങൾ എന്നിവയൊക്കെ സംഭവ സ്ഥലത്തു നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഏറ്റുമുട്ടലിനിടെ ഹെഡ് കോൺസ്റ്റബിൾ മോനു വഡാഡി, കോൺസ്റ്റബിൾ ദുഗാരു ഗൊണ്ടെ എന്നിവരുൾപ്പെടെ 3 DRG ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡിലാണ് മാവോയിസ്റ്റുമായി സൈന്യം ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നത്. 7 മാവോയിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏറ്റുമുട്ടലിനിടെ ഹെഡ് കോൺസ്റ്റബിൾ മോനു വഡാഡി, കോൺസ്റ്റബിൾ ദുഗാരു ഗൊണ്ടെ എന്നിവരുൾപ്പെടെ 3 DRG ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. SLR റൈഫിളുകൾ, മറ്റ് ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ എന്നിവ സംഭവ സ്ഥലത്തു നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. 3 ജവാന്മാർക്ക് വീരമൃത്യു. ഛത്തീസ്ഗഡിലാണ് ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. 7 മാവോയിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്.